ഉടൻ ഖബറിൽ തൊട്ട് നമുക്ക് ബേജാറല്ലേ, വിചാരണ നടക്കാൻ പോവല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളോടും നമുക്ക് കണിശത വേണം, സുന്നത്തിനോട് നമുക്ക് പ്രതിബദ്ധത വേണം. നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിനോട് പുച്ഛമുണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂല് എന്ത് പഠിപ്പിച്ചുവോ അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത നമുക്ക് വേണം. എത്ര ലളിതമായ കാര്യമാണെങ്കിലും എന്റെ നേതാവ് പഠിപ്പിച്ചതല്ലേ, അത് നിസാരമല്ല. എന്റെ ഹബീബ് പഠിപ്പിച്ചത് അതുപോലെ ഉൾക്കൊള്ളാൻ ഞാൻ ഒരുക്കമാണ്. ആര് എതിര് പറയട്ടെ, ആര് വിമർശിക്കട്ടെ, ആരതിന്റെ പ്രാധാന്യം കുറക്കട്ടെ, എനിക്കത് വിഷയമല്ല. എന്റെ ഹബീബ് ചെയ്തോ എങ്കിൽ ഞാനത് ചെയ്യാൻ ഒരുക്കമാണ്, എനിക്കതിനോട് മഹബ്ബത്തുണ്ട് എന്ന സമീപനമല്ലേ നമുക്ക് വേണ്ടത്. ഓരോ സംഗതികളും അതിന് വേണം. പക്ഷേ നമ്മൾ ദുനിയാവിനാ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കം ഇല്ലെന്നാ പറയുന്നത്. നമുക്ക് ദുനിയാവിൽ താടി വെച്ചാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, താടി വെച്ചാൽ ഉമ്മക്ക് ഇഷ്ടമല്ല. ഉമ്മ പറയുന്നു, ഓ മോനെ നീ ഒന്ന് വയസ്സായ ആളെ പോലെയുണ്ടല്ലോ. ഭാര്യ പറയുന്നു, നിങ്ങൾ താടി വെച്ചാൽ ഒരു കോലവുമില്ല, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ താടി വെക്കുന്നത്? അപ്പോഴതാ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു, എന്റെ നേതാവ് പഠിപ്പിച്ച സുന്നത്തല്ലേ, എന്റെ നേതാവ് പഠിപ്പിച്ച ചര്യയല്ലേ ഞാനത് വെക്കൽ. എനിക്ക് ഈ ദുനിയാവിലെ നിസാരമായ സൗന്ദര്യമല്ലല്ലോ പ്രശ്നം, ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ എന്റെ ശരീരം പുഴുക്കൾ വരാനുള്ളതല്ലേ, മണ്ണ് തിന്നു തീർക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ആഖിറമാണല്ലോ എന്റെ പ്രശ്നം. അതുകൊണ്ട് എന്റെ നേതാവ് പറഞ്ഞ കൽപ്പന ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. അവിടെയാ നമ്മൾ വേണ്ടത്, അവിടെയാ നമ്മൾ നിലനിൽക്കേണ്ടത്. ഇപ്പോഴും നമ്മുടെ സഹോദരന്മാർക്ക് പലർക്കും സുന്നത്തിനോടുള്ള കണിശത ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട് അല്ലേ. ഹബീബായ റസൂല് ഗൗരവപൂർവം പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഉദാഹരണമാ പറയുന്നത്. താടിവെക്കൽ മാത്രം എന്തേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയണ്ട, ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പലരും അതാ ഇസ്ലാം ഭീകരവാദമായി ചിത്രീകരിക്കാൻ ഇസ്ലാമിന്റെ താടിയെ അവർ വിമർശിക്കാറുണ്ട്. മുസ്ലിമീങ്ങളുടെ താടി മാത്രമേ അവർക്കതിന് കാരണം പറയാനുള്ളൂ. ലോകത്ത് പലരും താടി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ആ ഒരു ഭീകരതയായി ചിത്രീകരിക്കാറില്ല. ലോകത്തെ മനുഷ്യരെ ചുട്ടുവന്ന, അല്ലെങ്കിൽ ലോകത്തെ ഒരുപാട് മനുഷ്യന്മാരെ ചുട്ട് അതിന് ദാരുണമായി വധിച്ച ഹിറ്റ്ലർ എന്ന ധിക്കാരി താടിക്കാരനായിരുന്നു. പക്ഷേ അതൊരു തീവ്രവാദമായി ലോകത്താരും പറയാനില്ല. ലോകത്ത് തോന്നിവാസം ചെയ്ത പലരും താടി വെച്ചവരായിരുന്നു. അതൊന്നും താടി ഒരു ഭീകരവാദത്തിന്റെ സിംബലാണെന്ന് പറയാൻ ആരും പറയാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മുസൽമാൻ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള, ഹബീബിനോടുള്ള മഹബ്ബത്ത് കാരണം താടി വെച്ചാൽ അത് ഭീകരവാദത്തിന്റെ സിംബലായി. ലോകത്ത് ഏതെങ്കിലും തെമ്മാടികൾ താടി വെച്ചിട്ട് വല്ല തോന്നിവാസവും ചെയ്തെങ്കിൽ അതൊക്കെ ഇസ്ലാമിന്റെ ശിആറിനെ തള്ളിപ്പറയാൻ ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇസ്ലാമിന്റെ പുറത്ത്. എന്നാലോ ഇസ്ലാമിന്റെ അകത്ത് ചില ചങ്ങാതിമാര് പറയുമ്പോ താടിവെക്കലൊന്നും അത്ര പ്രാധാന്യമല്ല, താടിവെക്കലൊന്നും അതത്ര വിഷയമുള്ള കാര്യമല്ല, അതൊന്നും മുസ്ലിം സമുദായം ഗൗരവമാക്കി കണക്കിലെടുക്കേണ്ടതില്ല എന്ന് ഏതോ ഇബ്ലീസിന്റെ ദുർബോധനം കൊണ്ട് പ്രസംഗിക്കുന്നവര് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ഹബീബിനെ പരലോകത്ത് വെച്ച് കാണണ്ടേ, ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ പോകണ്ടേ. മഹാനായ നേതാവ് അവിടുന്ന് ധാരാളക്കണക്കിന് കൽപ്പനകളിലൂടെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. എന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് എന്നോട് മഹബ്ബത്തുണ്ടോ എങ്കിൽ താടി വളരാൻ അനുവദിക്കണേ, താടി വളരാൻ അനുവദിക്കണേ. ഹദീസിനെ ചർച്ച ചെയ്ത മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞില്ലേ, കൽപ്പനാരൂപത്തിലാ വന്നത്. അംറിന്റെ സീഗയാ ഉപയോഗിച്ചത്. അൽ അംറു തദുല്ലു അലൽ വുജൂബ്. അംറെന്ന് പറഞ്ഞാൽ അത് വുജൂബിനെയാണ് അറിയിക്കുന്നതെന്ന്, അത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നതെന്ന് അറബി ഭാഷയുടെ പ്രാഥമിക ജ്ഞാനമുള്ളവർക്ക്, ഉസൂല് തിരിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വിനീതരെ, നാളേക്ക് വേണ്ടി നമ്മൾ എന്താ ഒരുങ്ങിയതെന്ന ഒരു ചിന്ത വേണം. നമ്മൾ ഇങ്ങനെ അലസരായി ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അങ്ങുങ്ങൊക്കെ പറഞ്ഞ് കുറെ വിമർശനം ഉന്നയിച്ച്, അതല്ലെങ്കിൽ കുറെ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തി നമ്മളെങ്ങനെ നീങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുമ്പോ അങ്ങ് മടങ്ങാനാണോ നമ്മുടെ ഒരുക്കം? അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചോ, മരണത്തിന് വേണ്ടി എന്റെ കയ്യിൽ എന്തുണ്ട്? ഹബീബ് പഠിപ്പിച്ച പാതയമുണ്ടോ എന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം മരണം എപ്പോഴും വരാം. നല്ല നിലക്ക് മരിക്കണം. എനിക്കരുടെ മരണം രണ്ട് നിലക്കാണ്.
മരണം കഴിഞ്ഞാൽ മരണാനന്തര ജീവിതമുണ്ടോ? അത് നമുക്ക്